ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും ശേഷമാണ് പോറ്റിയെ കോടതിയിൽ ഹാജരാക്കുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണ പോറ്റിയെ അന്വേഷണ സംഘം റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്നുള്ള അപേക്ഷ അന്വേഷണ സംഘം നൽകിയേക്കും. കഴിഞ്ഞ 13 ദിവസമായി ഉണ്ണികൃഷ്ണ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യുകയും ബംഗളൂരുവിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനൊപ്പം ഇരുത്തിയും അല്ലാതെയും ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് സൂചന. അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുന്നുവെന്നും വിവരമുണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തേക്കും. സ്വർണ്ണ കവർച്ചയിലെ ഗൂഢാലോചന, കൂട്ടുപ്രതികൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാകും തുടർന്നും ഉണ്ടാവുക. മറ്റു പ്രതികളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കും. അതേസമയം മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. ജനം, തിരുവനന്തപുരം.